ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തിന് പോണ സമയത്ത് കുറച്ച് സബ്സ്ക്രൈബറുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതായത് 400, 500, 1000 താഴെ, പിന്നെ 1000, 1100, 1200, അങ്ങനെ അല്ലെങ്കിൽ ഒരു 350, ഒരു 250 അങ്ങനെ സബ്സ്ക്രൈബറുള്ള കുറച്ച് ആൾക്കാരുടെ ഒരാൾക്ക് ഭയങ്കര പുച്ഛം. അതായത് അവരൊക്കെ സ്റ്റാർട്ടിങ്ങിലെ 1 മില്യൺ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് യൂട്യൂബ് തുടങ്ങിയെന്ന അവരുടെ വിചാരം. ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഫസ്റ്റ് സബ്സ്ക്രൈബർ വരും, പിന്നെ വീണ്ടും വീണ്ടും കൂടിയല്ലേ വരിക. അതായത് ഒറ്റയടിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർ ഒന്നും കിട്ടില്ലല്ലോ. നമ്മൾ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ചും നമ്മളെ ആളുകൾക്ക് എത്തുന്നതിനനുസരിച്ചും ആണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഈ ഒരു 400, 300, 250 സബ്സ്ക്രൈബറുള്ള ആൾക്കാരുടെ പുച്ഛം. അപ്പോൾ അവനൊക്കെ മില്യൺ കണക്ക് സബ്സ്ക്രൈബറിനാണ് സ്റ്റാർട്ട് ചെയ്ത്. ഓനൊരു അഹങ്കാരം ഭയങ്കര അഹങ്കാരം. ആരും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. മല്ലു ഫാമിലി അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ച് തന്നെ പറയാം. ചെറിയ ചാനലിനോട് എനിക്ക് പുച്ഛാണ് അത്രേ. ഓനൊക്കെ സ്റ്റാർട്ടിങ്ങിലെ ഇതേമാതിരി മില്യൺ അടിച്ചിട്ടാണ് വന്നത്. എന്തൊക്കെയോ നുണക്കഥകൾ പറഞ്ഞിട്ടല്ലോ ഓൻ ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടാക്കിയത്. അല്ലാതെ ഓന് സ്റ്റാർട്ടിങ്ങിലെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. 400 സബ്സ്ക്രൈബറില്ലേ ആളോട് എനിക്ക് പുച്ഛാണ് അത്രേ. ഓന് പറഞ്ഞു 400 സബ്സ്ക്രൈബർ ഇല്ലോല് എന്നൊക്കെ പറഞ്ഞിട്ട് 350 സബ്സ്ക്രൈബറിലെ ചെറിയ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓന് തള്ളിക്കൊണ്ടിരുന്നത്. ഓന് സ്റ്റാർട്ടിങ്ങിൽ ഇത്ര സബ്സ്ക്രൈബറൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും ഏതൊരു യൂട്യൂബർ ആണെങ്കിലും ഫസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവനക്ക് ചെറിയ ചാനലിനോട് പുച്ഛം. നീ എങ്ങനെ സബ്സ്ക്രൈബർ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും അറിയാമ്പോൾ മനസ്സിലായില്ലേ? ഇല്ലാത്ത നുണകളും ഇല്ലാത്ത തംബ്ലൈനുകൾ കൂട്ടി കലമ്പിയിട്ടൊക്കെ അല്ലേ ഈ സബ്സ്ക്രൈബർ ഉണ്ടാക്കിയത്. അപ്പം നിനക്ക് ചെറിയ ചാനലോട് പുച്ഛം. ഈ ജനങ്ങളൊക്കെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നീ എന്താവും അല്ലേ? ഈ ജനങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടല്ലേ ഈ ലെവലിലെത്തിയത്. കാരണം നീയും ഒന്നാണ് തുടങ്ങിയെന്ന് നിനക്കൊരു ഓർമ്മ വേണം. അല്ലാതെ നീ വലിയ സംഭവമാക്കി എടുത്തിട്ട് വലിയ സംഭവം എന്നല്ല മനസ്സിലായില്ലേ? അവനക്ക് ചെറിയ സബ്സ്ക്രൈബറുള്ള ചാനലുകൊണ്ട് പുച്ഛാണ് അത്രേ. ഈ ജനങ്ങളൊക്കെ തന്നെ അൺസബ്സ്ക്രൈബ് പോയത് കഴിഞ്ഞാൽ നീ വെറും സീറോ ആണ് നീ. അത് നീ ആലോചിക്കണം. മനസ്സിലായല്ലോ? വെറും സീറോ ആണ് നീ. അത് നീ ആലോചിക്കണം. അവനക്ക് പുച്ഛം. 400 സബ്സ്ക്രൈബർ ഇല്ലേ. ഒരു ചേച്ചിക്ക് ഒരു 30,000 വ്യൂസ് കിട്ടിയപ്പോൾ എനിക്ക് പുച്ഛം. 30,000 വ്യൂസ് എങ്ങനെ കിട്ടി? ആ ചേച്ചി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടായതുകൊണ്ടല്ലേ ആ ചേച്ചിക്ക് 30,000 വ്യൂസ് കിട്ടിയത്? അല്ലെങ്കിൽ 30,000 വ്യൂസ് കിട്ടുമോ? ആ ചേച്ചി പറഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 30,000 ആൾക്കാർ ചേച്ചിൻ്റെ വീഡിയോ കണ്ടത് അല്ലേ? അപ്പം അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും. അതായിരിക്കും അവർ കണ്ടത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഫുള്ള് കണ്ടത്. 30,000 ആൾക്കാർ കണ്ടില്ലേ? അപ്പോൾ 30,000 ആൾക്കാരുണ്ടെങ്കിൽ 30,000 എന്തെങ്കിലും സത്യം ഉണ്ടാവും. 400 സബ്സ്ക്രൈബറിലെ ചാനലിൽ എനിക്ക് ഒരു പുച്ഛാണല്ലേ? ഈ ആൾക്കാരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ വെറും സീറോ ആണ്. അത് നീ ഓർക്കണം. അവൻ്റെ കാട്ടിക്കൂട്ടലും അവൻ്റെ ജാടിയും ഉണ്ടല്ലോ. സബ്സ്ക്രൈബർ കുറഞ്ഞവരെ എനിക്ക് പുച്ഛാണല്ലേ? വല്ലാതെ കളിക്കണ്ട. എല്ലാവരും എന്നെ അൺസബ്സ്ക്രൈബ് പോയി കഴിഞ്ഞാൽ നീ വെറും സീറോ മാത്രമാണ് ചിന്ത എനിക്ക് വന്ന നല്ലത്. പുച്ഛാണ് അത്ര അവനക്ക് സബ്സ്ക്രൈബ് കുറഞ്ഞ പോലെ. നീയും ഒന്നുമില്ലല്ലോ സ്റ്റാർട്ട് ചെയ്ത്. അല്ലാതെ നിനക്ക് സ്റ്റാർട്ടിങ്ങിലെ മില്യൺ കണക്കിന് വ്യൂസ് ഒന്നും ഇല്ലല്ലോ, സബ്സ്ക്രൈബർ ഒന്നും ഇല്ലല്ലോ. ഓർത്തോ? എനിക്കൊന്നും പറയാനില്ല. എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വീഡിയോ വന്ന്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുതേ.